സിംഗർ ആവാനാണ് ആഗ്രഹം. എല്ലാരും ഡോക്ടർ ടീച്ചറൊക്കെ പറയാം. എനിക്ക് ആഗ്രഹം സിംഗർ ആവാനാണ്. 125ഓളം കണ്ടന്റ് നമുക്ക് വരികയും അതിന് ഓഡിയേഷൻ ചെയ്ത 50 സിംഗേഴ്സിനെ നമ്മൾ കണ്ടെത്തി. അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ്. ഇപ്പൊ കണ്ണൂർ ഷെരീഫ് പാടുമ്പോഴും അദ്ദേഹം തൊട്ടടുത്ത് ഇങ്ങനെ കൈമുട്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്യും. നമസ്കാരം. ഖത്തർ പ്രവാസികളായ താരങ്ങളിലെ താരങ്ങളെ തെരഞ്ഞെടുക്കുന്ന ചാറ്റ് ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. താരങ്ങളിൽ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ചാറ്റ് ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഈ ഒരു എപ്പിസോഡിൽ ഇന്ന് നമുക്ക് അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് താരങ്ങളിൽ താരം എന്ന് മാത്രമല്ല ഒരു കൂട്ടം താരങ്ങളെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അവരിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായിട്ട് ഈ എപ്പിസോഡ് വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ, ഈ താരങ്ങളിൽ താരങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ളത് ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ് എന്ന ഒരു കൂട്ടായ്മയുടെ ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ CPA ജലീൽ, അതുപോലെ തന്നെ ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സിന്റെ അഡ്മിനും ഫൗണ്ടറുമായിട്ടുള്ള ശ്രീ റൌഫ് മലയിൽ, അതുപോലെ ക്യൂ മെലോഡിയയുടെ മികച്ച ഒരു ഗായികയും അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവിധ ആൽബങ്ങളിലൂടെ അതിമനോഹരമായി ഗാനം ആലപിച്ചുകൊണ്ട് ഖത്തർ പ്രവാസികളുടെ ഇടയിൽ തന്നെ ഒരു പുത്തൻ താരോദയം സൃഷ്ടിച്ച പ്രിയ ഗായിക ഹിബ. ഇനി നമ്മളെ പരിചയപ്പെടുത്തുന്നത് വിവിധ സ്റ്റേജുകളിൽ, നൂറുകണക്കിന് സ്റ്റേജുകളിൽ, നാട്ടിലായാലും അതുപോലെ തന്നെ GCC രാജ്യങ്ങളിലുമൊക്കെ തന്നെയായിട്ട് വിവിധ സ്റ്റേജുകളിൽ ഗായകനായും അതുപോലെ തന്നെ നിരവധി ആൽബങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിക്കുകയും ഇപ്പോൾ നമുക്ക് ചലച്ചിത്ര പിന്നണി ഗായകൻ എന്നുവരെ വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട നമുക്ക് എല്ലാവർക്കും, എല്ലാ മലയാളികളും ഒന്നടങ്കം നെഞ്ചിലേറ്റുന്ന പ്രിയ ഗായകൻ ഫിറോസ് നാദാപുരം കൂടിയാണ് നമ്മുടെ ഒപ്പം ഈ ഒരു താരങ്ങളിൽ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ചാറ്റ് ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത്. 4 പേരെയും ഒന്നടങ്കം ഒരുമിച്ച് ഈ ചാറ്റ് ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. നമുക്ക് റൌഫുക്കെ പരിചയപ്പെടാം. ക്യൂ മെലോഡിയുടെ എല്ലാമായിട്ടുള്ള റൌഫുക്ക, ക്യൂ മെലോഡിയെ കുറിച്ച് എന്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനകത്തോട്ട് നല്ല ഗായകരെ കൊണ്ടുവരാനുള്ള അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? സത്യത്തിൽ 5 വർഷം മുമ്പാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മക്ക് തുടക്കം കുറിക്കുന്നത്. കരോക്കെ ദോഹ മ്യൂസിക് ഗ്രൂപ്പ് എന്ന പേരിലാണ് നമ്മുടെ ഈ കൂട്ടായ്മ ആദ്യമായി തുടങ്ങുന്നത്. അന്ന് അതിലാദ്യമായി എൻ്റെ 2 സുഹൃത്തുക്കളായ റീന സുനിലും സുവിൻ എന്ന ഒരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങള് 3 പേരായിരുന്നു അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്നത്. അതിന് ശേഷം ഖത്തറിലെ 10-35ഓളം ഗായകരെ നമ്മൾ കണ്ടെത്തുകയും ഫസ്റ്റ് 1ാം വാർഷികം നമ്മൾ വഴിയോരം റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് നമ്മൾ നടത്തിയത്. വെറും 40 ആളുകളായിരുന്നു അന്ന് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ ഷഹീം എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ പരിചയപ്പെടുന്നതും. അദ്ദേഹത്തിന് നെജ്മയിലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ലക്കി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളി ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഹോട്ടലിന് മുകളിലൊരു ഹാളുണ്ട്, നിങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച അവിടെ വരാം, നമുക്ക് അവിടെ പാട്ടൊക്കെ പാടി ഭക്ഷണം കഴിച്ച് അങ്ങനെ പിരിയാം. അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. നമ്മൾ അവസരങ്ങൾ കിട്ടാത്ത ഒരുപാട് ഗായകരുണ്ടായിരുന്നു ഖത്തറിൽ. അവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന, ഞാൻ അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അപ്പം ഈ ഒരു ആശയം ഞാൻ അവരുമായിട്ട് പങ്കുവെച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകളെ കണ്ടെത്താൻ ഉള്ള ഒരു മാർഗമായിട്ട് നമുക്കതിൽ നിന്ന് ഒരു 50 പേരെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആദ്യമായിട്ട് ഖത്തറിൽ ICC ഹാളിൽ വെച്ചിട്ട് പാട്ടുത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു. അതിൽ 125ഓളം കണ്ടന്റ് നമുക്ക് വരികയും അതിന് ഓഡിയേഷൻ ചെയ്ത 50 സിംഗേഴ്സിനെ നമ്മൾ കണ്ടെത്തി. ഈ 50 സിംഗേഴ്സിനെ നമ്മൾ അന്ന് ആ ICC ഹാളിൽ വെച്ച് പാടാനുള്ള അവസരം അവർക്ക് സൃഷ്ടിച്ചു. അതിൽ പലരും ഇന്ന് ഖത്തറിൽ നല്ല നല്ല വേദികളിൽ പാടുന്ന സിംഗേഴ്സായിട്ട് മാറി. കഴിഞ്ഞ വർഷമാണ് നമ്മൾ അതിന് ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു പേര് നൽകിക്കൊണ്ട് ഒരു ടീമായിട്ട് നമ്മൾ ഇറങ്ങിയത്. അതിന് പേര് നൽകിയത് നമ്മുടെ അബി ചുങ്കത്തറയാണ്. ആ ഒരു പേര് അന്ന് കണ്ടെത്തിയത് അബി ചുങ്കത്തറയാണ്. 20ഓളം സ്റ്റേജുകൾ, ഇപ്പൊ 20ാമത്തെ സ്റ്റേജാണ് നമ്മൾ ഈ ഒരു ക്യൂ മെലോഡിയ. കഴിവുള്ള കലാകാരന്മാരെ കണ്ടെത്തുക. അപ്പൊ നമ്മളെ ഇതിൽ നിന്ന് കഴിവുള്ള 10ഓളം സിംഗേഴ്സിനെ നമ്മൾ കണ്ടെത്തി അവർക്കൊരു ആൽബം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവസരങ്ങൾ കൊടുത്തു. ഫിറോസ് നാദാപുരം അതിന് സംഗീതം നൽകി. ആ 10 ആൽബം ഈ മാസം ലാസ്റ്റോട് കൂട്ടിയിട്ട് റിലീസാവുന്നത്. നമ്മളൊക്കെ പാട്ട് പാടാൻ ഒരുപാട് അവസരങ്ങൾ
പലപ്പോഴും നമ്മൾ തേടി നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഇത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഖത്തറിൽ ഒരുപാട് സിംഗേഴ്സ്, 100ഓളം സിംഗേഴ്സിനെ നമുക്ക് ഖത്തറിൽ പലരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ഞാൻ കാണുന്നത്. ഇത് ഇപ്പൊ നമ്മള് അത് കൂടാതെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ, ഹോം സിനിമകൾ, 5-6 ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഷാഹിദ് പുത്തനത്താനി സംവിധാനം ചെയ്ത. ഏതിനോടാണ് കൂടുതലും താല്പര്യം? എനിക്ക് പാട്ടിനോടാണ്. അപ്പം എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ പാട്ടുകാരനാവണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അത് ഞാൻ എന്റെ മകളിലൂടെ സാധിച്ചു. എന്റെ മകള് ഇപ്പൊ നന്നായിട്ട് 5-6 ആൽബങ്ങൾ ചെയ്തു, ഖത്തറിൽ അറിയപ്പെടുന്ന ഒരു സിംഗറായി മാറി. അപ്പം എനിക്ക് ഞങ്ങൾ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് മുന്നോട്ട് സോങ്ങിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. അതെ അതെ. ഇനിയും ഒരുപാട് ഗായകന്മാരും കലാകാരന്മാരും ഖത്തറിലുണ്ട്. അവരെ കണ്ടെത്തുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. അവര് ഇവിടെ നല്ല എനിക്കും കൂടെ ഒരു അവസരം തരണേ. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് എപ്പോഴും സപ്പോർട്ടായി നിൽക്കുന്ന നമ്മുടെ ഫിറോസ് നാദാപുരം. നമ്മൾ ഇനിയും ഒരുപാട് ആൽബങ്ങൾ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ജഗദീശ്വരൻ നല്ലത് തന്നെ. പിന്നെ ഒരുപാട് കടക്കുന്നതിന് മുൻപ് ഇപ്പോ റോഫ്ക പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഖത്തറിലുള്ള അതല്ല പ്രവാസികളായിട്ടുള്ള ഇത്തരത്തിലുള്ള കലാകാരന്മാരെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവർക്ക് വേദികൾ കൊടുത്ത് ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. എനിക്ക് റൌഫ്ഖാനെ കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ട് പരിചയവും. ഈ 10 വർഷക്കാലമായിട്ട് ഞങ്ങൾ വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും റൌഫ്ഖ ഇപ്പൊ പറഞ്ഞൊരു കാര്യം, എനിക്ക് പാട്ടിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സമയത്തൊക്കെ നമ്മള് റൌഫ്ഖാനോട് എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്ന സമയത്തുണ്ട് റൌഫ്ഖ ഒരു പാട്ട് പാടും എന്ന് പറയുന്നു. ഈ റൌഫ്ഖ എവിടെ എന്ത് പരിപാടിക്ക് വരുമ്പോഴും റൌഫ്ഖാന്റെ അടുത്തൊരു ചെറിയൊരു ടാബ് ഉണ്ടാവും. ആ ടാബ് കൊണ്ട് അത് അതിനകത്ത് കരോക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ലിറിക്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പൊ ഒരാളത് ഇപ്പൊ ഞാൻ ആര്യയോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ പാടും പെട്ടെന്ന്. അല്ല, വെറും പാട്ടല്ല, വിത്ത് കരോക്കെ വെച്ചിട്ട് അങ്ങനെ അത് പാടണം എന്നാ പുള്ളിക്ക് അത് കഴിയും. അതാണ് പുള്ളിയുടെ ഏത് പാട്ടും ഏത് സമയത്തും ഏത് നട്ടപ്പാതിരെ പുറക്കത്തുനിന്ന് വിളിച്ച് എണീപ്പിച്ചിട്ട് പാടാൻ പറഞ്ഞാൽ അല്ല, റൌഫ്ഖാനെ കൊണ്ട് പാടിപ്പിക്കണം, അതിലേക്ക് വരാം. അപ്പം ഇത്തരത്തിൽ റൌഫ്ഖാനോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും പ്രവാസികളാണ്. ഈ പ്രവാസികളായിരിക്കുന്ന സമയത്ത് പോലും എല്ലാവരിലേക്കും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം എന്ന് നോക്കുകയും അതിനോട് അനുബന്ധിച്ച് മാത്രം, അത് ജോലിയാണെങ്കിൽ ജോലി, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം മാത്രം എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും പൊതുവെ എസ്പെഷ്യലി മലയാളികൾ അങ്ങനെയാണ് ഇപ്പോൾ. പക്ഷേ തന്റെ ജോലിയും അല്ലെങ്കിൽ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതിനോട് ഇത്ര മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് തന്നെയാണ് എന്റെ മാർഗം, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വഹിച്ചിട്ടും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആളുകളെയൊക്കെ നേരിട്ട് പോയി കണ്ടിട്ടും ഇങ്ങനെയൊക്കെ അതിൽ നിന്ന് യഥാർത്ഥത്തിൽ റൌഫ്ഖക്ക് സ്വന്തം മനസ്സിന് കിട്ടുന്ന ഒരു സംതൃപ്തി എന്താ? എനിക്ക് കിട്ടുന്ന സംതൃപ്തി എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ മാത്രം ഒരു പാട്ട് പാടി നടന്നാൽ ഞാനൊരു പാട്ടുകാരനായിട്ട് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, പക്ഷെ ഞാന് കാരണം ഒരുപാട് ആളുകൾക്ക് അവസരം ഉണ്ടാവുകയും ഇന്ന് അവർ നടത്തുന്ന എല്ലാ പ്രോഗ്രാമിലും അവര് എനിക്ക് തരുന്ന റെസ്പെക്ട്, അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ്. തീർച്ചയായും അതാണ് ഞാനിതിൽ കാണുന്നത്. കാരണം ഞാനിപ്പോ ഒരു പ്രോഗ്രാം നടത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നടക്കുന്ന പല പ്രോഗ്രാമിലും ആരാണോ പ്രോഗ്രാം നടത്തുന്നത് അവർ 4-5 പാട്ട് പാടുന്നത് നമ്മൾ കാണുന്നത്. പക്ഷെ ഞാൻ നടത്തുന്ന പരിപാടിയിൽ ഞാൻ ചിലപ്പോൾ ഒരു പാട്ട് പോലും പാടാറില്ല. എന്റെ കൂടെ ഉള്ളവർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പാടിക്കാറാണ് ഞാൻ അതിലാണ് സന്തോഷം കണ്ടെത്താറ്. കാരണം ഒരു കാലത്ത് പാട്ടിന് അവസരം തേടി നടന്ന ഒരാളാണ് ഞാൻ. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മളെ ചാലിയാർ ദോഹ മഷൂക്കയാണ് നമുക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. പിന്നെ KMCC അങ്ങനെയുള്ള സംഘടനകളൊക്കെയാണ് നമുക്ക് അവസരങ്ങൾ കിട്ടിയത്. ഇപ്പൊ KMCCയുടെ തന്നെ കലാവിഭാഗമുള്ള സമീക്ഷയുടെ വൈസ് ചെയർമാനാണ് ഞാൻ. നമ്മൾ സമീക്ഷയിലെ ആളുകളിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിമിൽ വരുന്നത്. ദ ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ആദ്യം ചെയ്തത്. പിന്നെ നമ്മുടെ ഇശൽമാലയുടെ സുബൈർ വള്ളിയോട് സംവിധാനം ചെയ്ത മദീന കാണാതെ കണ്ണടച്ചാൽ എന്ന ആൽബത്തിലൂടെയാണ് ഞാനും മോളും ആദ്യമായിട്ട് ആൽബത്തിൽ പാടുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ സുഹൃത്ത് ബന്ധങ്ങളാണ്. ഈ സുഹൃത്ത് ബന്ധങ്ങൾ തന്നെയാണ് എനിക്ക് ഖത്തറിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഇപ്പൊ നമ്മളോടൊപ്പം റഫ്ഖാന്റെ മോളുണ്ട്, മോളെ കുറിച്ച് റഫ്ഖ പറഞ്ഞു.
റഫയ്ക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം മുകളിലൂടെയാണ് സാധിച്ചെടുക്കുന്നത്. നമുക്ക് ഹിബയോട് ചോദിക്കാം. ഹിബ സുഖല്ലേ? ആ. പിന്നെ ഉപ്പ പറഞ്ഞു മുകളിലൂടെയാണ് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നത്, അതായത് പാട്ട്. അപ്പൊ എന്താണ് മോൾക്ക് പറയാനുള്ളത്? അങ്ങനെ ഇപ്പൊ ആഗ്രഹിച്ച ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. എന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഞാന് ചെറുതാം ഒരു 6-7 വയസ്സിലാണ് ഞാൻ പാട്ടിന്റെ ഇത് തുടങ്ങുന്നത്. അന്ന് ഉപ്പ ഭയങ്കര പാട്ടിന്റെ ഒരു പ്രാർത്ഥനയില്ല. ഉപ്പ ഇങ്ങനെ വീട്ടില് വന്നിങ്ങനെ പാടും, മൈക്കെടുത്ത് പാടും. അപ്പൊ ഞാനന്ന് സ്റ്റാർട്ട് ചെയ്തതാ പാടുന്നത്. അങ്ങനെ പാടി വെക്കി. പിന്നെ ഇപ്പൊ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ടൈമില് എല്ലാ ടൈമിലും ഇങ്ങനെ പാടുന്ന ഒരു പരിപാടിയാണ് നമുക്ക്. സപ്പോർട്ടാണ് ഉപ്പ മാത്രമല്ല, കൂടുതൽ സപ്പോർട്ട് എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്നാണ് കിട്ടുന്നത്. ഉമ്മയും ഉപ്പയാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. പാട്ട് പാടാനുള്ള കഴിവുണ്ട് എന്ന് ഇവരെല്ലാരും അറിഞ്ഞപ്പോഴാണ് ഫാമിലി ഫുൾ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ തൊട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് എവിടെ ചോദിക്കുകയാണെങ്കിൽ സിംഗർ ആവാനാണ് ആഗ്രഹം. എല്ലാരും ഡോക്ടർ ടീച്ചറൊക്കെ പറയാം. എനിക്ക് ആഗ്രഹം സിംഗർ ആവാനാണെന്നാണ് ഞാൻ പറയല്. അപ്പം പാട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു സ്റ്റേജിലൊക്കെ കയറി മാപ്പിളപ്പാട്ടിനോടായിരുന്നു അന്ന് കൂടുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പാടിയത്. പിന്നീടാണ് ഞാൻ ക്ലാസിക്കലിലോട്ടൊക്കെ എത്തിയത്. ക്ലാസിക്കലിലേക്ക് എത്തിയപ്പോഴാണ് പാട്ട് പഠിക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് ഫാമിലിയിൽ നിന്ന്. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പാട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കിൽ ഡെവലപ്മെന്റ് ഖത്തറിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. സൗമ്യ ജോസ് എന്ന് പറയുന്ന ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത്. പുള്ളി ഒരു പാട്ടുകാരിയാണ്. അപ്പം മിസ് എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് പാടാൻ. മിസ് ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് പാടിപ്പിക്കും. അപ്പം അങ്ങനെ പാട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടി. ഖത്തറിൽ വന്നിട്ട് തന്നെ ഒരുപാട് വേദികൾ പാടാനുള്ള ഒരു അവസരം കിട്ടി. ഒക്കെ എന്റെ ഫാമിലി ആയിട്ടാണ് എനിക്ക് എല്ലാവരോടും നന്ദി പറയുന്നത്. അപ്പം എൻ്റെ ഒരു ജേർണി ഇങ്ങനെയാണ്. അപ്പോ ഉപ്പാന്റെ ഒരു ആഗ്രഹ സാക്ഷാത്കാരം അത് പിന്നെ ഹിബയിലൂടെ ഹിബ അത് ഉപ്പാന്റെ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കുകയാണ് എന്ന് പറയാം. അതേപോലെ ഉപ്പ പറഞ്ഞത് എനിക്കൊരു ഗായകനാവാനായിരുന്നു ആഗ്രഹം, പക്ഷെ അത് എന്റെ മകളിലൂടെ ഞാൻ സാധിച്ചെടുക്കുന്നു എന്ന്. സിനിമയിലും പാടില്ല, ഇപ്പോ സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പോ ഹിബ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞു. സാധാരണ പൊതുവെ കുട്ടികൾക്കൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്താവാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളടക്കം പറയുന്നത്, ഇപ്പം ഒരു സാധാരണ രക്ഷിതാവിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ എന്താകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നുള്ളത്. ഇവിടുന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. കാരണം ഹിബ പറയുന്നു എനിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആകുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് താല്പര്യം സിംഗർ ആവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വാചകം തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഉപ്പ എന്നുള്ള നിലക്ക് റോഫ്ക്കാക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടെ. അങ്ങനെയാണല്ലോ റോഫ്ക്ക അല്ലെ? തീർച്ചയായിട്ടും. ഇവിടെ ഉമ്മയും നന്നായിട്ട് പാടും, പക്ഷെ വെളിയിൽ പാടുന്നില്ല. വീട്ടിൽ നന്നായിട്ട് പാടും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ പറഞ്ഞ് ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം മൈക്കെടുത്തിട്ട് ആകെ പാടുകയാണ്. അപ്പൊ ഉമ്മയും പാടും, ആകെ പാട്ടാണ്. രാത്രി കടന്നു ഉറങ്ങുന്നവരെ ഫുള്ള് പാട്ടാണ്. അപ്പൊ ആ ഒരു സംഗീത എത്ര സഹോദരങ്ങള് എത്ര പേരാ? 2 പേര്. അവര് എങ്ങനെ പാടും? അവരും പാടും. റാപ്പ് സോങ്. പക്ഷെ വേദികളിൽ അവര് പാടാൻ താല്പര്യപ്പെടാറ്. അപ്പൊ കല്യാണ നമ്മുടെ നാട്ടിലെ കല്യാണ ഫംഗ്ഷനിലൊക്കെ കയറി പാടാറുണ്ട് എന്നല്ലാതെ ഇവിടെ ഖത്തറിലൊക്കെ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് കൂടുതൽ? ഭക്തിഗാനങ്ങളാണ്. ആ ഉപ്പ പാട്. ഉമ്മയാ? ഉമ്മക്ക് പണ്ടത്തെ കുറച്ച് പാട്ടുകളൊക്കെ കൂടുതൽ. അത് പഴയ സിനിമ പാട്ടുകൾ. ഞാൻ അതിന്റെ ഒരു ഫാനാണ്. അതേപോലെ തന്നെ പിന്നെ വേറെ ഏതൊരാളുടെ വിജയത്തിന്റെ പിന്നിലും ഒരു പെണ്ണുങ്ങളെ ഇതുണ്ടെന്ന് പറയുന്നത് 100% സത്യമാണ്. കാരണം വൈഫിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ഇവിടെ എത്താൻ പോലും പറ്റില്ല. നമ്മുടെ റോഫ്ഖാന്റെയും അതുപോലെ തന്നെ ഹിബയുടെയും വിശേഷങ്ങളിലൊക്കെ കേട്ടു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ റോഫ്ക പറഞ്ഞ രൂപത്തിൽ പറഞ്ഞത് ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ് കഴിഞ്ഞ അതിന്റെ ഒരു തുടക്ക കാലഘട്ടം പറഞ്ഞു. ഇപ്പൊ അതിന്റെ 5ാമത്തെ വാർഷികത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സമയത്താണ്. ഈ 5ാമത് വാർഷികത്തോടനുബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ICC ഈ മാസം 29-ാം തീയതി ICC അശോക ഹാളിൽ വെച്ചിട്ട് ഒരു ഗംഭീര പെരുന്നാൾ പ്രോഗ്രാമാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും അല്ലെ? ഈദിൻ കിസ 2.0 എന്ന പരിപാടിയാണ് ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ് പ്രസൻസ്
ഈദിൻ കിസ്സ 2.0 എന്നുള്ള ഈ ഒരു പരിപാടി വരാൻ പോകും. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് നമ്മൾ സ്വാഗതം പറഞ്ഞതാണ്. എന്നാൽ ഒരിക്കൽ കൂടി പറയുന്നു, ഈദിൻ കിസ്സ ഈ ഒരു പെരുന്നാൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഖത്തർ മലയാളികൾക്ക് മുൻപിൽ ഈ ഒരു പെരുന്നാൾ ആഘോഷം തകൃതിയായിട്ട് അടിച്ച് പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ഒരു 5-6 മാസക്കാലമായിട്ട് വലിയ ആഘോഷ പരിപാടികളും സംഗീത പരിപാടികളൊന്നും ഖത്തറിൽ നിലവിൽ നടക്കുന്നില്ല, മറ്റുള്ള കാരണങ്ങളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ട് ഒരു ആഘോഷ പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ കറക്റ്റ് ടൈമിങ്ങിലാണ് ക്യൂ മെലോഡിയുടെ 5ാം വാർഷികവും എത്തുന്നത്. അപ്പൊ അതിലേക്ക് ഈ ഈദിൻ കിസ്സ 2.0 എന്ന ഈ ഒരു പരിപാടിയിലെ മുഖ്യ ആകർഷണമായിട്ട് എത്തുന്നത് നമ്മുടെ സ്വന്തം പ്രിയ ഗായകനും സംഗീത സംവിധായകനും ഒക്കെ ആയിട്ടുള്ള സ്നേഹപൂർവ്വം നമ്മൾ ഫിറോസ്ക എന്ന് വിളിക്കുന്ന ശ്രീ ഫിറോസ് നാദാപുരം. സ്വാഗതം. ഖത്തറിലേക്ക് ഇതിനു മുൻപും ഖത്തറിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇപ്പോ ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സിന്റെ ഈ ഒരു പെരുന്നാൾ പ്രോഗ്രാം, അതുപോലെ തന്നെ 5ാം വാർഷിക ആഘോഷവും പെരുന്നാളും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫിറോസ്ക പറയും, നിങ്ങളെ വിശേഷം പറയും. ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രേക്ഷകർക്ക്, ഇത് കാണുന്ന ആളുകൾക്ക് ഇത് ഫിറോസ്കയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഫിറോസ് നാദാപുരത്തുകാരനാണ്. ഓക്കെ, ഇനി ഫിറോസ്കയുടെ കാര്യങ്ങളൊന്ന് പറയാം. ഇവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം പറയാൻ, ഒരു വർഷം മുമ്പ് എന്നെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ് ക്യൂ മെലോഡിയ. 10 പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, മ്യൂസിക് ചെയ്യുക എന്നുള്ളത്. അത് ഏറ്റവും മികച്ചതായിരിക്കണം. ഖത്തറിലെ നല്ല കഴിവുള്ള 10 പാട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം എന്ന് ശ്രീ റൌഫ് മലയിൽ എന്നോട് ആവശ്യം ഡിമാൻഡ് ചെയ്തു. അത് പ്രകാരം ഒരു വർഷമായിട്ട് ഞാൻ അതിന്റെ പ്രോസസ്സിലായിരുന്നു. ഇപ്പൊ ഇതാ അത് പരിസമാപ്തിയിലെത്തി. 10 വ്യത്യസ്തങ്ങളായ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുണ്ട്, ആൽബം ഉണ്ട്, ഭക്തിയാനുണ്ട്, പല ജോണറിലുള്ള 10 പാട്ടുകൾ സെറ്റ് ചെയ്തു. ഈ പാടക്കം 10 റൂഫ് മലയിലടക്കം 10 പാട്ടുകാരെ മനോഹരമായി പാടി. അതിൽ ചിലത് വിഷ്വൽ ചെയ്തിട്ടുണ്ട്. നേരിട്ട് നമുക്കത് 29-ന് പ്രപാടിയിൽ കാണാം. അപ്പോ ഈദിൻ കിസ്സ 2.0 എന്ന ഈ പെരുന്നാൾ പരിപാടിയിൽ തന്നെ ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ് പുറത്തിറക്കുന്ന, നേരത്തെ റോഫ്ക സൂചിപ്പിച്ചതുപോലെ മികച്ച 10 ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിഗംഭീരമായിട്ടുള്ള, അങ്ങ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഈ 10 ആൽബങ്ങളുടെ ലോഞ്ചും കൂടി അവിടെ നടക്കും. അത് ഗംഭീരമാണ്. കാരണം നമുക്ക് വളരെയധികം ആഘോഷിക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദിവസം, ക്യൂ മെലോഡിയയുടെ 5ാം വാർഷികം, പെരുന്നാള്, നമ്മൾ പറയാറുണ്ട് വലിയ പെരുന്നാൾ വെള്ളിയാഴ്ച ഒന്നിച്ചു വന്ന പോലെ എന്നുള്ളത് പറയുന്നത് പോലെ തന്നെ ചരിത്രത്തിൽ വരെ അങ്ങനെ ഒരു 10 പാട്ട് ഒന്നിച്ച് ഒരു ലോഞ്ചിങ് ഇന്ന് ഖത്തറിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. നിമിഷമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും നന്നായി പാട്ടുകൾ. ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ടഫായിട്ട് സാധനങ്ങൾ ചെയ്യാം. ഇപ്പോ ഷാഹിദിന് ചെയ്ത പാട്ട് തന്നെ മാപ്പിളപ്പാട്ടല്ല, ഒരു വേറെ ടൈപ്പാണ്. റൌഫ് മലയിൽ ചെയ്ത് തന്നെ ഇത്തിരി ടഫായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭക്തിയാനമാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു മാസം എടുത്തത് പഠിച്ചു പാടാൻ. ഇപ്പൊ വളരെ നന്നായിട്ട് അദ്ദേഹം അത് പാടിയിട്ടുണ്ട്. നിർമാതം എന്ന് പറയുന്ന ഒരു നല്ലൊരു ആൽബം സോങ് ഹിബ പാടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ 10 ഇവിടെ കത്തും. അപ്പോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഫിറോസ്കയോട് ചോദിക്കാനുള്ളത്, ഫിറോസ് നാദാപുരം എന്നുള്ള ഗായകനെ ഖത്തർ മലയാളികൾക്ക് പരിചയമുണ്ടോ? എന്നാൽ ഫിറോസ് നാദാപുരം എന്നുള്ള ഒരു സംഗീത സംവിധായകനെ അത്ര പരിചിതമല്ല. എന്നാൽ ഈ ഒരു ആൽബം റിലീസോട് കൂടിയിട്ട് അതും കൂടി പരിചിതമാകാൻ പോവുകയാണ്. ഫിറോസ്കയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഒരു ഗായകൻ എന്നുള്ള നിലയിലാണോ, അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ എന്നുള്ളതിലാണോ നിങ്ങൾക്ക് കൂടുതൽ ആത്മസംതൃപ്തി കിട്ടുന്നത്? അത് നേരത്തെ റൂഫ് ജി പറഞ്ഞ പോലെ തന്നെ ഗായകൻ അത് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ റിസൾട്ട്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഈ 2026 നമ്മുടെ KS ചിത്രശേഷിയെ കൊണ്ട് എന്റെ സംഗീതത്തിൽ ഒരു പാട്ട് പാടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. QDC അത്ര ചെറിയ ഡിഗ്രി അല്ലാത്ത സിനിമയില് ഞാനും ചേച്ചിയും കൂടെയാണ് ഡ്യുവറ്റായിട്ട് പാടിയത്. അതിലുപരി ഞാൻ കണ്ട ഏറ്റവും ഹംബിൾ സിമ്പിൾ ആയ ഒരു മനുഷ്യൻ ചിത്രചേച്ചിയായിരുന്നു. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരു വല്ലാത്തൊരു മുഹൂർത്തത്തിലൂടെ ഈ ഒരു ജേണിയിലൂടെ പോകാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് 2026. പിന്നെ ഖത്തറിൽ പറയാ വെച്ചാല്
എന്നെ മുസ്തഫയ്ക്കാണ് ആദ്യം കൊണ്ടുവന്നത്. ദോഹാസിന്റെ മുസ്തഫ, അദ്ദേഹമാണ് ആദ്യമായിട്ട് എനിക്ക് അത്രയുള്ള അവസരം തന്നത്. പിന്നീട് എനിക്ക് ഈസക്ക, മരിച്ചു ഈസക്ക 3-4 പേരുകൾ തന്നു. അതിനുശേഷം ഒരു കലാകാരനെ, എല്ലാ കലാകാരന്മാരും ഒരുപോലെ എങ്ങനെ ചേർത്ത് പിടിക്കാം എന്ന് ഞാൻ കണ്ട ഒരൊറ്റ മനുഷ്യൻ ഈ റഊഫ് മലയിൽ. അദ്ദേഹത്തെ ഇരുത്തി പറയുകയല്ല, ഞാൻ ഒരുപാട് കാലം 20 വർഷമായി സംഗീത മേഖലയിൽ GCC മുഴുവൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്ത ഒരുപാട് ക്വാളിറ്റീസ് ഇദ്ദേഹത്തിനുണ്ട്. ഇത് നേരത്തെ പറഞ്ഞില്ലേ, കുറേ പേർക്ക് അവസരം കൊടുക്കണം. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത് ഒരു വേദിയിൽ ഇപ്പോൾ കണ്ണൂർ ഷെരീഫ് പാടുമ്പോഴും അദ്ദേഹം തൊട്ടടുത്ത് നിന്നിട്ട് ഇങ്ങനെ കൈവിട്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. അതേസമയം ഇവിടുത്തെ ഏറ്റവും പഠിച്ചു വന്ന പാട്ടുകാരെ പാടുമ്പോഴും അദ്ദേഹം മുമ്പ് തന്നെ ഉണ്ടാവും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട്. അത് വലിയൊരു മനസ്സാണ്. അതൊക്കെ ഇവരുടെ പരിപാടി പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് സന്തോഷമായിട്ട് കരുതുന്നു. 20 വർഷമായിട്ട് ഫിറോസ്ക ഈ മേഖലയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എത്ര സിനിമകളിൽ ഫിറോസ്ക പാടിയിട്ടുണ്ട്? ഞാനിപ്പോ മുമ്പൊരു സിനിമ പാടിയത് പുറത്തിറങ്ങില്ല. അത് ഞാനും വിജയവിശ്വാസം കൂടെ ഒരു ഡേറ്റ് പാടിയിരുന്നു, അത് ഇറങ്ങിയില്ല. പിന്നെ ഇപ്പൊ മുഴുനീള 4 പാട്ട് സംഗീതം ചെയ്യാൻ അവസരം കിട്ടിയത് പ്രീ ഡിഗ്രി, അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന ഒരു സിനിമയിലാണ്. അപ്പൊ അതിനാണ് ചിത്ര ചേച്ചിയുടെ കൂടെ ഞാനൊരു ഡേറ്റ് പാടിയത്. 20 വർഷത്തെ ഒരു അനുഭവം വെച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ ജേർണി എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റും. പക്ഷേ 20 വർഷത്തെ എന്റെ ജീവിതവും ഞാൻ തിന്നുന്ന ചോറും എന്റെ കുടുംബവും ഒക്കെ പോറ്റുന്ന ഒരൊറ്റ പാട്ടുണ്ട്. ലൈല ലൈല നീ എൻ കൽബ, ഞാനും നീയും പണ്ടേ മുഹബത്തായി. ഈ പാട്ട് എഴുതി സംഗീതം ചെയ്ത് പാടിയത് ഞാൻ തന്നെയാണ്. ഈ പാട്ടാണ് എനിക്ക് ജീവനം തന്നതും എന്നെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചതും ഞാനൊന്ന് ഗായകനെ അറിഞ്ഞതും ഒക്കെ ഈ പാട്ടാണ്. ഫിറോസ്ക ഇപ്പൊ പറഞ്ഞല്ലോ ലൈല ലൈല എന്നുള്ളതിന്റെ ഒരു ട്രാജഡിയെ കുറിച്ച്, അത് നമ്മളോടൊന്ന് പങ്കുവയ്ക്കാമോ? എന്താ, അതായത് ഇപ്പൊ നമ്മുടെ ഈ പാട്ടില്ലേ മിസ്രിയിലെ രാജൻ, ആ പാട്ട് യഥാർത്ഥത്തിൽ പാടിയത് എരഞ്ഞോള് മൂസയ്ക്കാണ്. പിന്നീട് പല പ്രശസ്ത ഗായകർ മാറ്റി പാടിയിട്ടുണ്ട്. അപ്പൊ പിന്നീട് വരുന്നൊരു ജനറേഷൻ വിചാരിക്കാതെ ആ ഗായകന്റെ പാട്ടാണെന്നാണ്. സ്വാഭാവികമായിട്ടും തെറ്റിദ്ധാരണ എന്താണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചാണ് ലൈല ലൈല. അത് ഞാൻ പാടി 1.5 ലക്ഷം ഓഡിയോ കാസറ്റും 60,000 CD-യും 20 വർഷം മുമ്പ് വിറ്റിട്ടുണ്ട്. ഞാൻ ബാഗിൽ കാസറ്റ് ചുമന്ന് കൊണ്ടുപോയി വിറ്റതാണ്. വിശ്വസിക്കുന്നതാണ്. കാരണം അതൊരു ഗായകന് സോഷ്യൽ മീഡിയ ഇല്ല, വളരാനൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഒറ്റ വഴി കാസറ്റ് മാക്സിമം എല്ലാവരിലും എത്തിക്കാവുന്നതാണ്. ഞാൻ കേരളം മുഴുവൻ ബാഗിൽ കൊണ്ടുപോയി നടന്നിട്ട് ഓരോ കടകളിൽ കാസറ്റ് എത്തിച്ചപ്പോൾ അന്നൊന്നും ഇത് ഫാത്തിമ കത്തി നിൽക്കുന്ന സമയമാണ്. നെഞ്ചിനുള്ളിൽ നീയാടി, അതിന് തൊട്ട് പുറകെയാണ് പ്രിയമാണ് മിസ്രിയ എന്നുള്ള ഈ 10 പാട്ടടങ്ങുന്ന കാസറ്റ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കത്താൻ സമയം എടുക്കുന്നുള്ളത് എനിക്കും അറിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ കൊടുത്ത കടകളിൽ നിന്നൊക്കെ പിന്നെ എന്റെ ഈ മൊബൈലില് ലാൻഡ് ഫോണിലേക്ക് വിളി വരികയാണ്. ഈ കാസറ്റ് നിങ്ങളാണ് ചെയ്ത് പെട്ടെന്ന് ഒരു 100 വേണം, 200 വേണം, 500 വേണം, എനിക്ക് എത്തിക്കാൻ പറ്റാത്ത അത്രയും ഓർഡർ ഉണ്ട്. ഞാൻ അങ്ങനെ KMS ഓഡിയോസിനെ കൈമാറി. ഇത് വളരെ പെട്ടെന്ന് ഹിറ്റായി. അപ്പോഴും എന്നെ ആർക്കും അറിയില്ല. ഞാൻ പിന്നണിയിലാണ്. എന്റെ കുടുംബത്തില് അഭിനയിക്കുന്നതിനോട് താല്പര്യമില്ല. ഞാൻ മേരിഡാണ്. അപ്പോൾ നായകനായിട്ട് വിഷ്വലിൽ വരുന്നതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബിഹൈൻഡ് ദി ക്യാമറയാണ്. പക്ഷെ ഷാഫി അതല്ല. ഷാഫി അന്ന് എന്നോടൊപ്പം തന്നെ ഹിറ്റായ ഗായകനാണ് ഷാഫി. ഷാഫി എല്ലാത്തിലും കാര്യം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഷാഫി ഇതിന്റെ റീമിക്സ് വേർഷൻ ചെയ്തു. ലൈല ലൈല തും മേരെ സബ് ഹൈ ദോനോ മിൽക്കെ 4 വരി അതേ എടുത്തിട്ടുള്ളൂ കേട്ടോ, 4 വരി മാത്രം. പക്ഷെ എന്റെ KMS ഓഡിയോസ് കേസ് പോയി. ഷാഫിക്കെതിരെ കേസ് പോയി, പത്രത്തിൽ വാർത്തയൊക്കെ വന്നു. പിന്നെ അത് കേസ് പിൻവലിച്ചു. പക്ഷെ അപ്പോഴേക്കും ജനങ്ങളുടെ ധാരണയിൽ ഇത് ഷാഫി പാടിയ പാട്ടാണെന്ന് വന്നു. പിന്നീട് ഞാൻ എന്ന ഗായകൻ ഒരുപാട് പുറകിലേക്ക് പോയി. ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ഞങ്ങളൊപ്പം പോകേണ്ട ആ സമയത്ത് ഞാൻ പുറകിലേക്ക് പോയി. ചിലപ്പോൾ എന്റെ ഭാഗ്യദോഷമായിരിക്കും. പിന്നെ ഇങ്ങനെ വിഷ്വലൊന്നും വരുന്നില്ല എന്നുള്ളത് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഒരു തെറ്റിദ്ധാരണയുടെ ഒരു സാഹചര്യം. കാരണം ഇപ്പൊ നിങ്ങളിപ്പോ ആ പാട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഒരു CD-യുടെ പേര് പറഞ്ഞു, പ്രിയമാണ് മിസ്രിയ. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 7 പാട്ടോ 8 പാട്ടോ എങ്ങാണ്ട് 8 പാട്ട് ഉണ്ടായിരുന്നത് CD വാങ്ങി കേട്ടിട്ടുണ്ട്. പാടാൻ ഞാൻ അതില് അപ്പം പാട്ടിനകത്ത്. അപ്പം ഈ ഒരു സാധനത്തിനകത്ത് ഈ പിന്നെ മറ്റുള്ള ഗായകര് പാടിയതും എഴുതിയതുമായിട്ടുള്ള ഇത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ? അതോ ഈ പ്രിയമാണ് മിസ്രിയ എന്ന് പറയുന്ന ആ പിന്നെ കാസറ്റിലുള്ള 8 പാട്ടുകളും ഫിറോസ്കയുടെ? നേരത്തെ ജലീൽ ചോദിച്ചിരുന്നു നിങ്ങളെ പാട്ടാണോ? ഓ, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇങ്ങനെയാണ് പലരും ചോദിക്കാൻ പരിചയപ്പെടുന്നു.
പിന്നെ മുത്തുമോളെ മുത്തുമോളെ നിന്നെ കാത്തുകാത്തിന്നുണ്ട് അതിന്റെ പാട്ട്. കരളേ കുളിരേ നീ എങ്ങു പോയി റൈഹാന, അത് എന്റെ പാട്ടാണ്. ഇങ്ങനെ അതിലുള്ള 7 പാട്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. പക്ഷെ പലപ്പോഴും ഓൺ ദി സ്റ്റേജാണ് പലരും എന്ന് അറിയുന്നത് ഇയാളാണോ അപ്പൊ അതാണ് അത് ചിലപ്പോ എന്റെ ഒരു ഗതികേടായിരിക്കാം. അപ്പൊ അല്ല, ചില കാര്യങ്ങള് എത്ര ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അർഹതപ്പെട്ടത് എത്ര കാലം മൂടി വെച്ചാലും ഒരു നാൾ അത് ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഒരുപക്ഷെ ഇവിടെ ഖത്തർ മലയാളികളായിട്ടുള്ള ഞങ്ങളുടെ പ്രേക്ഷകർക്കൊക്കെ ഒരുപക്ഷെ ഇതൊരു പുത്തൻ അറിവായിരിക്കാം. കാരണം അതിന് ഒരു നിമിത്തമാകാൻ ഏറ്റവും കൂടുതൽ ഫാനുള്ള ഒരു ഗായകനാണ്. തീർച്ചയായിട്ടും ഖത്തറിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗായകൻ തന്നെയാണ്. കാരണം ഒരുപാട് തവണ ഒരുപാട് വേദികളിലൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വരുമ്പോൾ അത്രയും ഓഡിയൻസ് വീണ്ടും നിങ്ങളുടെ പാട്ട് കേൾക്കാനും അല്ലെങ്കിൽ സ്നേഹം പങ്കുവെക്കുന്നതിനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. ദിലീൻ സാഹിബ് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ തേനീശൽ പാടാം ഞാൻ എന്നുള്ള പാട്ടിന്റെ ഒരു 4 ജസ്റ്റ് ഹിബയും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. തേനീശൽ പാടാം ഞാൻ തേനേ തേൻകനിയേ തേടി വരും ഞാൻ മുത്തേ മുന്താസേ. മുഹബത്തിൻ വഴിയായി മനസ്സിൽ നീ പടരുമ്പോൾ മുന്തിരി വഴിയായി ഞാൻ നിന്മാരിൽ ചേർന്നിടാം. പാതിരാമുല്ലകൾ പൂക്കും യമുനാറിൻ തീരത്ത് ഈശലൊന്ന് മൂളിടാൻ കൂടെ നീ പോരാമോ. പാടും. തേനീശൽ പാടാം ഞാൻ തേനേ തേൻകനിയേ തേടി വരും ഞാൻ മുത്തേ മുന്താസേ. അതിഗംഭീരം. കാരണം ഈ പാട്ടൊക്കെ കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാലും ഇപ്പോഴും ഇവിടെ എവിടെയാണെങ്കിലും ഉള്ള സ്റ്റേജ് ഷോസിലൊക്കെ ഈ ഒരു പാട്ട് ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന അതിന് താങ്കൾക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും. കാരണം ഒട്ടനവധി പ്രേക്ഷകർ ആര് പാടി ആര് എഴുതി എന്നുള്ളതിനെ കുറിച്ച് ഈ പാട്ടിനെ നെഞ്ചോട് ചേർക്കുന്ന ഒട്ടനവധി സംഗീതാസ്വാദകരുണ്ട്. അപ്പം അത് തന്നെ താങ്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഹ്യൂമനോഡിയുടെ വേറൊരു നായകൻ എന്ന് വേണം പറയാം. അതായത് അഭിനയത്തിലും എല്ലാം കൊണ്ടും മൊത്തത്തില് ഒരു നായകൻ. അപ്പം ഹ്യൂമനോഡിയുടെ എന്റർടൈൻമെന്റിന്റെ ഒരു 5ാം വാർഷികത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ദിലീപിലേക്ക് പറയാനുള്ളത്? ഈ വരുന്ന 29-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലെ ഇതിന്റെ ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ മുന്നേ നടന്ന 1-2 പ്രോഗ്രാമിലൊക്കെ ഞാൻ ഇതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ 30 വർഷത്തെ ദോഹയിലെ എക്സ്പീരിയൻസ് ബിസിനസ്സും അതുപോലെ തന്നെ ആളുകളും ഇങ്ങനത്തെ കൂട്ടായ്മയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുവരെ ചെയ്യുന്നത്. പിന്നെ പാട്ടിനോടും അഭിനയത്തിനോടും കുറച്ച് താല്പര്യമുണ്ട്. പാടാൻ വലിയതെന്ന് അറിയില്ല, എന്നാലും ജസ്റ്റ് കേൾക്കാനൊക്കെ താല്പര്യം നടത്തുന്നത്. അപ്പൊ ഇങ്ങനത്തെ പ്രോഗ്രാമിനെ പിന്നെ ഈ വേദിയിലേക്ക് ശരിക്കും ഇതിലേക്ക് എത്തിക്കുന്ന തന്നെ റോക്കാണ്. അപ്പൊ അതിൽ പറഞ്ഞപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വക സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ 29-ാം തീയതി നല്ലൊരു പ്രോഗ്രാം തന്നെയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഷോർട്ട് ഫിലിം ഈ അടുത്ത ഈ വെള്ളിയാഴ്ച കാസർഗോഡ് ഖത്തറിനുള്ള സിനിമ ഒരു 2 മണിക്കൂർ 4 മിനിറ്റുള്ള സിനിമ ഇറങ്ങുന്നുണ്ട്. അതിൽ റഫ്ക അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദോഹയിലുള്ള കുറച്ച് ആളുകളൊക്കെ കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിലും ചെറിയൊരു വേഷം പറ്റിയിട്ടുണ്ട്. അതാണ് ഈ ഒരു മേഖലയിൽ എനിക്ക്. അപ്പം ഇപ്പൊ നിങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈ ഹ്യൂമനോഡിയുടെ ഇതുമായിട്ട് യോജിച്ചു പോവുക, പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുക. അപ്പം സിനിമയിലേക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ താല്പര്യമുണ്ടോ? സിനിമ താല്പര്യമുണ്ടോന്ന് വെച്ചാൽ അറിയില്ല. സത്യത്തില് സിനിമ കുറെ 1000-ഓളം സിനിമ കണ്ടതിൽ അപ്പൊ ഞാൻ വിചാരിച്ചത് സിനിമ സ്വന്തമായിട്ടുള്ള ഒരു പണം കയ്യിലെത്തിയാൽ ഒരു 3-4 പ്രൊജക്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്, അത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ മകന് 2ാമത്തെ മകൻ ശരിക്കും മൾട്ടിമീഡിയ ഈ ഷൂട്ടിങ് അതുപോലെ തന്നെ എഡിറ്റിങ് ഇതുപോലുള്ള മേഖലയിലാണ്. ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ക്രിയേറ്റീവായിട്ട്. അപ്പൊ അവനും കുറച്ച് കഥകളൊക്കെ എഴുതി ഇതേപോലെ നിൽക്കുമ്പോഴാണ് പിന്നെ അവന് അതിന്റെ തിരക്കിലായിട്ട് കിട്ടാതായപ്പോഴാണ് ഷാഹിദ് പുത്തനത്താണി പരിചയപ്പെട്ടതും
ഒരു 4-5 ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നതും ഈ കാസർഗോഡ് അത്ര അഭിനയിക്കുന്നു. ശരിക്കും എനിക്കൊരു 3-4 പ്രൊജക്റ്റ് നാട്ടിലെത്തിയിട്ട് ഒന്ന് ഫ്രീ ആകുന്ന സമയത്ത് ഒരു 4-5 പ്രൊജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ സംവിധാനം ഇത്രയും ചെയ്യാനും. ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലെ ഏതാണ് ഒരു മറക്കാൻ പറ്റാത്ത ചെറിയൊരു അനുഭവം പങ്കുവയ്ക്കാവോ? അതൊരു വില്ല പാർട്ടിഷൻ എന്ന ഒരു ഇറക്കിയിട്ടുണ്ട്. ഒരു സ്വന്തം അനുഭവം അതുപോലെ തന്നെ അത് എഴുതിയതും അഭിനയിച്ചതും 23 മിനിറ്റുള്ള സംഭവമാണ്. അത് പിന്നെ കാണുമ്പോൾ എല്ലാവരും പറയുന്നത് എൻ്റെ കഥയാണ്. ഏറെ മജ്ബൂറായി നിന്നെ കാത്ത് കാത്ത് ദുനിയാവേ, നീളം വ്യസനത്താൽ നിന്നെ തേടി ഞാൻ ഇന്നലയുന്നു, പതിവായി കാണും കിനാക്കളെല്ലാം നീയല്ലേ എൻ്റെ. ഞാൻ എപ്പോഴും പാട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു മെലഡി പാട്ട്, ഒരു കുറച്ച് ബീറ്റുള്ള പാട്ട്, ഒന്ന് ഒരു ബീറ്റും കുറച്ച് മെലഡി, അങ്ങനത്തെ ഒരു പാട്ട്. ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് ഫേവറേറ്റ് ആയിട്ടുണ്ടാവും, അതായത് ഓഡിയൻസിനും ഫേവറേറ്റ് ആയിട്ടുണ്ടാവും. അവൻ മെയിനായിട്ട് നമ്മളെ ഫിറോസ് നാദാപുരം ടീം അവതരിപ്പിക്കുന്ന സംഗീത നിശ, അതായത് ഇവിടുത്തെ ഖത്തറിലെ പ്രമുഖരായിട്ടുള്ള സിംഗേഴ്സാണ് അതിനകത്തുള്ളത്. ഓർമ്മ വെച്ച കാലം മുതൽ പാട്ട്, സ്റ്റേജ്, ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടക്കുന്നുണ്ട്. അവിടെ ഈ കുഞ്ഞുമക്കളുടെ ബർത്ത്ഡേ സോങ്സും കാര്യങ്ങളൊക്കെ ഓർഡർ വരും.